313 കോടിയുടെ ഭൂമി കുംഭകോണ ആരോപണത്തിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ നിയമ നടപടിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരിക്കുകയാണ്. വ്യാജ വാർത്ത നൽകിയ റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ ഉടമ ആൻഡോ അഗസ്റ്റിൻ, കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി.വി. പ്രസാദ്, സുജയ പാർവതി, റോഷി പാൽ എന്നിവരടക്കം 9 പേർക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ RHP പാർട്ണേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന 100 കോടി രൂപയുടെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട്. നേരത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ് എന്ന് BPL വ്യക്തമാക്കിയിരുന്നു. 2003 സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായി സാധുതയില്ലാത്തതുമാണ് എന്ന് BPL ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന് BPL ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല. ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും ദുരുപദിഷ്ടവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതാണ് എന്ന് BPL CEO ശൈലേഷ് മുതലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പതിച്ചു നൽകിയ ഭൂമിയിൽ 1996-നും 2004-നും ഇടയ്ക്ക് BPL 450 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നതായും കമ്പനി അറിയിച്ചു. അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നും ചില ക്രിമിനലുകളും മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ട് എന്നും അതിനെ നേരിടുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സി തട്ടിപ്പ് മറച്ചുവെക്കാനാണ് എന്ന് തനിക്കെതിരായിട്ടുള്ള ഭൂമി വിൽപ്പന ആരോപണം ഉന്നയിക്കുന്നത്. തന്നെക്കുറിച്ച് പറയുന്നതിൽ ഒരു വസ്തുതയില്ല എന്നും BPL കമ്പനി തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ 313 കോടിയുടെ ഭൂമി കുംഭകോണം നടത്തിയത് കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ KN ജഗദേഷ് കുമാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ടർ നൽകിയിട്ടുണ്ടായിരുന്നത്. BPL ഇന്ത്യ ലിമിറ്റഡ്, അജിത് ഗോപാൽ നമ്പ്യാർ, അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ, മുൻ മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു എന്നിവർക്കെതിരെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ, കർണാടക ലോക് അദാലത്ത്, കർണാടക ഹൈക്കോടതി, CBI, ED എന്നിവർക്ക് നൽകിയ പരാതികൾക്ക് പുറമെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അഭിഭാഷകൻ പരാതി സമർപ്പിച്ചത്. BPL കളർ ടെലിവിഷൻ ട്യൂബുകളും ബാറ്ററികളും ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് KIADB 1995 കർഷകരിൽ നിന്ന് തുച്ഛവിലയ്ക്ക് ഏറ്റെടുത്ത് നൽകിയ 175 ഏക്കറിൽ 149 ഏക്കർ ഭൂമി ബാങ്ക് ഓഫ് ബഹ്റിനിലേക്ക് ബാങ്ക് ഓഫ് കുവൈത്തിലും 2004-ൽ പണയം വെച്ചുവെന്ന് പരാതിയിലുണ്ടായിരുന്നു. വ്യവസായം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് നേടിയെടുത്ത ഈ ഭൂമി BPL ഇന്ത്യക്ക് വേണ്ടി വിൽപ്പന നടത്താൻ KIADB ചുമതലയുണ്ടായിരുന്ന കർണാടക മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു അനുമതി നൽകിയെന്നും അങ്ങനെ ആ ഭൂമി 275 കോടി 47 ലക്ഷം രൂപയ്ക്ക് 2006-ൽ മാരുതി സുസുക്കിക്ക് വിറ്റുവെന്നും അഡ്വക്കേറ്റ് ജഗദേഷ് കുമാർ ബോധിപ്പിച്ചിരുന്നു. ഈ അനുമതി മന്ത്രിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ നേടിയെടുത്തത് തന്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണ് എന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവശേഷിച്ച ഭൂമിയിൽ 33 ഏക്കർ 2009 മുതൽ 10 കാലയളവിൽ മാരുതി സുസുക്കിക്ക് 31 കോടി രൂപയ്ക്ക് വീണ്ടും വിറ്റു. ബാക്കി വന്ന 25 ഏക്കർ ഭൂമി 33 കോടി 50 ലക്ഷം രൂപയ്ക്ക് 2011-ൽ ജിൻഡാൽ അലുമിനിയം ലിമിറ്റഡിനും വിറ്റു. വ്യവസായം ഉണ്ടാക്കാൻ ഭൂമി എന്ന പേരിൽ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് 55 വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത 1,55,000 ഏക്കർ ഭൂമിയിൽ 70% ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കാണ് ഉപയോഗിച്ചതെന്നാണ് പരാതിയിലുള്ളത്. എന്നാൽ ആരോപണങ്ങളെല്ലാം രാജീവ് ചന്ദ്രശേഖർ തള്ളിയിട്ടുണ്ടായിരുന്നു. ഇത് വ്യാജ വാർത്തയാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയ കാര്യവുമാണ്.